നമസ്കാരം. നാടിന് വികസനം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന്റെ നേർക്കാഴ്ചയാണ് സമുദ്ര വിഷൻ പകർത്തിയത്. ഈ കാലവർഷക്കാലത്തെങ്കിലും നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ളൊരു അവസരം ഒന്ന് മൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് മിനിമം. അതാണ് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ആ പ്രശ്നം എന്താണെന്നുള്ളതൊന്ന് പഠിക്കുക. പഠിച്ചിട്ടത് ചെയ്യാനുള്ള ഒരു മിനിമം മര്യാദ നമ്മുടെ അധികാരികളൊന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത്ര ചെറിയൊരു സഹായം മാത്രം ചെയ്തത്, വേറെ ഒന്നും ഒരുപാട് കാര്യമൊന്നും ചെയ്യണ്ട. അല്ല, ജൂണും ജൂലൈയും ആഗസ്റ്റും കഴിഞ്ഞിട്ട് പിന്നെ മിച്ചമുള്ളവർ വന്നിട്ട് ഞങ്ങൾക്ക് സെപ്റ്റംബറിൽ ഓണം ഉണ്ടോളാം എന്ന് പറയുന്ന ഒരു നല്ല ഒരു ന്യായമല്ല. മീനമ്പലം മൈലവിള റോഡിൽ വർഷങ്ങൾക്ക് മുമ്പ് PWD നിർമ്മിച്ച ഓട മൂലം ദുരിതം അനുഭവിക്കുകയാണ് ശ്രീ പുഷ്കിൻലാൽ. അദ്ദേഹം നിരവധി തവണ ഗ്രാമസഭയിലും പഞ്ചായത്ത് കമ്മിറ്റിയിലും പ്രശ്നം അവതരിപ്പിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഓട നവീകരിക്കാത്തത് മൂലം കാലവർഷം വരുമ്പോൾ 100 മീറ്റർ താഴെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് റോഡിലെ വെള്ളം കുത്തിയൊലിച്ചെത്തുകയും നടപ്പാത തകരുകയുമാണ്. നാളിതുവരെ ഈ പ്രശ്നത്തിന് മേൽ അധികാരികൾ നടപടിയെടുത്തിട്ടില്ല. എൻ്റെ പേര് പുഷ്കിൻലാൽ എന്നാണ്. ഞാൻ 2007 മുതൽ ഇവിടെ താമസിക്കുന്ന ESA വാർഡിൽ താമസിക്കുന്ന ആളാണ്. ഞങ്ങളുടെ ഇവിടുത്തെ ശരിക്കുള്ള ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴ വന്നു കഴിഞ്ഞാൽ വെള്ളമെല്ലാം കൂടെ നേരെ ഒഴുകി ഞങ്ങൾ താഴെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഈ റോഡിൽ നിന്ന് 100 മീറ്റർ താഴെയാണ് താമസിക്കുന്നത്. ആ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി മുഴുവൻ ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് 2007 താമസമാക്കുന്ന സമയം മുതലുള്ള ഞാൻ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമായിരുന്നു ഇത്. അപ്പം ഞാൻ അന്ന് മുതൽ തന്നെ പഞ്ചായത്ത് അധികാരികളോടൊക്കെ പലവട്ടം പറഞ്ഞു നോക്കി, ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ച് തരണമെന്ന്. കാരണം ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ, ഈ ഓട മണ്ണ് വീണ് അടഞ്ഞു പോകുന്നുള്ള ഈ കാണുന്ന ഓട മണ്ണ് വീണ് അടഞ്ഞു പോവുകയാണ്. ഈ അടഞ്ഞു പോകുന്ന ഓടയൊന്ന് കോരി വൃത്തിയാക്കി, മണ്ണ് കോരി വൃത്തിയാക്കിയിട്ട് എവിടെയൊക്കെയാണോ ഏതെങ്കിലും സ്ഥലങ്ങളിൽ, ഏതെങ്കിലും വീടുകളിലേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ പിന്നെ സ്ലാബ് ഇട്ട് കൊടുക്കണമെങ്കിൽ അത് ചെയ്യണമെന്നും പറഞ്ഞാണ് ഞാൻ ഇവരോട് അഭ്യർത്ഥിച്ചിരുന്നത്. അപ്പോൾ അതിന് പ്രകാരം അവർ അന്വേഷിച്ചതിന് ശേഷമാണ് ഈ റോഡ് PWD ആണെന്നും അത് പഞ്ചായത്തിന് അതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് ചില പരിമിതികളുണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ PWD ഈ കാര്യമൊന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പലവട്ടം പറഞ്ഞു നോക്കി. അപ്പോൾ പറഞ്ഞിട്ടും പക്ഷേ ഇതുവരെയും അവർ PWDയുടെ ശ്രദ്ധയിലേക്ക് ഇത് പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാണിച്ചാൽ, നമ്മൾ ആ കാണുന്ന അവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങോട്ട് വരുന്ന വസ്തു, ഈ താഴേക്ക് അവിടെ താഴെ ഒരു വയലുണ്ട്. ഈ വയലിലേക്കാണ് ഈ ഓടയെന്നുള്ള വെള്ളം എല്ലാം കൂടെ ചെല്ലേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഭൂമിക്കൊരു പ്രശ്നം, ഭൂമി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഒന്ന് ഉയർന്ന് പിന്നെ വീണ്ടും താഴേക്കായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ഉയർച്ചകളുടെ ഇടയിലേക്കാണ് ഇവിടെ ഇങ്ങനൊരു അനധികൃതമായിട്ടൊരു PWD അന്ന്, കാരണം വെച്ചാൽ ഒരു 40-50 കൊല്ലത്തിന് മുമ്പ് വെച്ച ഒരു കലുങ്കാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ കലുങ്ക് വെച്ചേക്കുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിലേക്കാണ്. നമ്മൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാലങ്ങളായിട്ട് അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നം ഇവിടെ കൂടെ വരുന്ന വെള്ളം നേരെ അങ്ങോട്ട് വരിക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സൈഡ് പിന്നെ ഇത് 2 സൈഡും തുറന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് ശേഷം എനിക്ക് തോന്നുന്നു ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അവർ ഒരു സൈഡ് കുറേ അടഞ്ഞ പോലെയാണ്. പക്ഷേ അടഞ്ഞാണെങ്കിലും അവിടെ കൂടെ വെള്ളം അതിൻ്റെ ലീക്ക് ചെയ്ത് അങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടുന്ന് ഓവർഫ്ലോ ആയിട്ട് വരുന്ന വെള്ളമുണ്ട്, ആ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വെള്ളം. ഇതെല്ലാം വെള്ളം കൂടെ വരുമ്പോഴത്തേക്ക് ഈ വഴി മൊത്തത്തിൽ ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. അധികാര വികേന്ദ്രീകരണവും പ്രാദേശിക വികസനവുമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും പഞ്ചായത്ത് രാജിൻ്റെയും അടിസ്ഥാന തത്വങ്ങൾ. ഓട നവീകരണം നടത്തി കൃത്യമായി താഴെ വയലിലേക്ക് കണക്ട് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മാത്രമല്ല, സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് കലുങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതൊരു എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള റോഡാണ്. ആ കോളേജിന് ഏതാണ്ട് ഒരു 10-15ഓളം വണ്ടിയുണ്ട്, ബസ്സുകൾ തന്നെയുണ്ട്. അപ്പോൾ രാവിലെയും വൈകിട്ടുമായിട്ടും ഈ ബസ്സുകൾ 30 തവണയെങ്കിലും ഈ ബസ് ഇവിടെ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അത്രയും ഒരു ക്രൗഡഡ് സാധനമാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പരിഹാരം എന്നുള്ളത്, ഈ ഓട തെളിച്ച് താഴത്തെ വയലിലേക്ക് ഈ ഓട കണക്ട് ചെയ്ത് പോകുക എന്നുള്ളത്. ഓടയുണ്ട്, ഓട ഇടയ്ക്ക് എവിടേക്കോ ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ വ്യക്തികളുടെ വീട്ടിലേക്ക് ഇട്ടിരിക്കുന്ന മണ്ണ് ഇട്ട് വഴി ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അത് കോരി മാറ്റിയിട്ട് നമ്മൾ പകരം സ്ലാബ് ഇട്ട് കൊടുക്കുക. എവിടെയെങ്കിലും അടഞ്ഞ് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കൊന്ന് നീക്കി കൊടുക്കുക. ഏതെങ്കിലും സ്ഥലത്ത് ഇതിൻ്റെ അലൈൻമെൻറ്റിൽ അവർ അന്ന് നിർമ്മിച്ചപ്പോഴത്തേക്ക് ഒരുപക്ഷെ ഇതിൻ്റെ അകത്ത് ഇൻക്ലിനേഷൻ എന്നുള്ളത് ശരിക്കും പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ചരിച്ച് കൃത്യമായിട്ട് കൊടുത്ത താഴെ വയലുണ്ട്. ഈ വരുന്ന വെള്ളത്തിന് എല്ലാം ആക്സസ് ചെയ്യാൻ ശേഷിയുള്ളൊരു വയൽ അവിടെ താഴെ കിടപ്പുണ്ട്. പക്ഷേ അത് നമ്മൾ ചെയ്യേണ്ടത് ആരാന്ന് ചോദിച്ചാൽ അത് അധികാരികൾ ചെയ്തേ പറ്റൂ. കാരണം നന്നായിട്ട് പഠിച്ച് ചെയ്യേണ്ട ഒരു സാധനമാണ്. നമ്മളൊരു വാക്കിൽ വെറുതെ പറഞ്ഞ് തീർക്കേണ്ട സാധനമല്ല. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് ഈ പഞ്ചായത്തിലെ കല്ലുവാതുക്കം പഞ്ചായത്തിലെ പിന്നെ പഞ്ചായത്ത് ഭരണസമിതികളോട് ഇത് പറഞ്ഞ് മടുത്തിരുത്തണം. നാടിൻ്റെ വികസനവും ഒരു പ്രദേശം നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ആരും തയ്യാറാകുന്നില്ല. വികസനത്തിൽ നമ്മൾ എന്നും ഒന്നാമതാണ്. കാളവണ്ടിയുടെ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ എയർ ടാക്സി വരെ എത്തി. എന്നാൽ ഇത്തരം കാഴ്ചകൾ ശോചനീയം തന്നെ. നാടിൻ്റെ വികസനം പൗരന്മാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊണ്ടാവണം. ഇത്തരം കാഴ്ചകൾ എന്തുകൊണ്ട് സാമൂഹിക സേവകരുടെയും അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നത്?
കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ ഏതാണ്ട് ഒരു മിനിമം എങ്ങനെ പോയാലും ഒരു 10 ഗ്രാമസഭയിലെങ്കിലും ഒരു കൊല്ലത്തിൽ ഇവിടെ ഒരുപാട് ഗ്രാമസഭ നടക്കാറില്ല, ഒരു 10 ഗ്രാമസഭയുടെ അകത്തെങ്കിലും മിനിമം ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. 10 ഗ്രാമസഭയുടെ മിനിറ്റ്സിൻ്റെ അകത്ത് ഈ സാധനം ഉണ്ടാവും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്ന 2020 ശേഷമുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ, കാരണം എല്ലാ വർഷങ്ങളിലും നമ്മളിത് നിരന്തരം ഉന്നയിക്കുന്ന വേറൊന്നും കൊണ്ടല്ല. ഈ പ്രശ്നം എന്നുള്ളത് ഇതൊന്നും ആരെങ്കിലും ഒന്ന് കണ്ണുറന്ന് കാണട്ടെ എന്നുള്ളതുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് വന്ന് കാണൂ, കണ്ടിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെയ്ത് അതിനനുസരിച്ചൊന്ന് ചെയ്താൽ മാത്രം മതി. ഒരു മഴ പെയ്യുന്ന രാത്രിയിൽ എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. കാരണം എല്ലാ രാത്രികളിലും ആ സമയങ്ങളിലെല്ലാം തന്നെ ഇവിടെ വന്ന് വെള്ളം വെട്ടി ഈ വീടിൻ്റെ നേരെ വരുന്നത് മാറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് പേര് കിടന്നുറങ്ങുമ്പോഴും നമ്മളതൊന്നും ഉറങ്ങാറൊന്നുമില്ല. ഒന്ന് മൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് മിനിമം. അതാണ് ഈ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ആ പ്രശ്നം എന്താണെന്നുള്ളതൊന്ന് പഠിക്കുക. പഠിച്ചിട്ടത് ചെയ്യാനുള്ള ഒരു മിനിമം മര്യാദ നമ്മുടെ അധികാരികളൊന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത്ര ചെറിയൊരു സഹായം മാത്രം ചെയ്തത്, വേറൊന്നും ഒരുപാട് കാര്യമൊന്നും ചെയ്യണ്ട. പരസ്പരം ആരോപണങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും അപ്പുറം നാടിന്റെ വികസനം അത്യന്താപേക്ഷിതമാണെന്ന് അധികാരികൾ മനസ്സിലാക്കാത്തതിന്റെ ദുരവസ്ഥയാണ് നമ്മൾ കാണുന്നത്.